ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങളെല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഈ ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു ചെറിയ പ്രാർത്ഥനയോടെ ഈ ക്ലാസ് ആരംഭിക്കാം. നമുക്ക് നമ്മുടെ കൈകൾ കൂപ്പാം, കണ്ണുകൾ അടയ്ക്കാം. നിത്യപുരോഹിതനായ ഈശോയെ, അങ്ങയുടെ പൗരോഹിത്യത്തെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. തിരുപ്പട്ടം എന്ന കൂദാശയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ഞങ്ങളിവിടെ പരിശ്രമിക്കുന്നു. ഈശോയെ, അങ്ങയുടെ പൗരോഹിത്യത്തെ സ്നേഹിക്കുവാനും പുരോഹിതരെ ബഹുമാനിക്കുവാനും അവരെ മനസ്സിലാക്കുവാനും ഞങ്ങൾക്ക് കൃപ തരണമേ. ഈ കൂദാശയെ കൂടുതൽ സ്നേഹത്തോടെ താല്പര്യത്തോടെ മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, മനസ്സിനെ ജ്വലിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഈ സമയമൊക്കെയും മാധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവ് ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് കരുതട്ടെ. നമ്മൾ തിരുപ്പട്ടം എന്ന കൂദാശയെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ വികാരിയച്ഛന് സ്നേഹത്തോടെ ഒരു കത്ത് എഴുതണമെന്ന്. നിങ്ങളെല്ലാവരും ഈ കത്തെഴുതി വികാരിയച്ഛന് കൊടുത്തിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും കൊടുത്തോ? നല്ല മിടുക്കര് പിള്ളേർ. നമ്മൾ ഇന്ന് പൗരോഹിത്യത്തെക്കുറിച്ച്, തിരുപ്പട്ടം എന്ന കൂദാശയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് വചനം ഒന്ന് വായിച്ച് കേട്ടുകൊണ്ട് ഈ ക്ലാസ് മുൻപോട്ട് പോകാം. എല്ലാവരും നിങ്ങളുടെ ബൈബിൾ എടുത്തേ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു. തന്നോടുകൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുകളെ ബഹിഷ്കരിക്കുവാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. സ്നേഹമുള്ള കൂട്ടുകാരെ, നമ്മൾ പൗരോഹിത്യം എന്താണ്, തിരുപ്പട്ടം എന്ന കൂദാശയിലൂടെ ശ്ലൈഹിക പാരമ്പര്യത്തിലൂടെ ദൈവത്തിൻ്റെ വലിയ ദൗത്യം, ഈശോയുടെ വലിയ ദൈവരാജ്യ സ്ഥാപനമെന്ന ദൗത്യം നിർവഹിക്കുന്ന പൗരോഹിത്യത്തെക്കുറിച്ച് മനസ്സിലാക്കുകയായിരുന്നു. നമുക്കറിയാം, നമ്മൾ ഇന്ന് പൗരോഹിത്യത്തെക്കുറിച്ച്, പൗരോഹിത്യത്തിൻ്റെ ദൗത്യങ്ങളെക്കുറിച്ച്, കടമകളെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെ ദൈവവിളിക്കായി നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് മനസ്സിലാക്കുന്നു. ഈ ക്ലാസ് കൂടുമ്പം നിങ്ങളുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ 9-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അടുത്ത കൊല്ലം 10-ാം ക്ലാസ്സിൽ നിങ്ങളുടെ ദൈവവിളിയെ വിവേചിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ നിറഞ്ഞ് നിങ്ങളുടെ ദൈവവിളി തിരഞ്ഞെടുക്കേണ്ട കാലഘട്ടമാണ്. ആൺകുട്ടികൾ, നിങ്ങൾ പൗരോഹിത്യ ജീവിതം ആഗ്രഹിക്കുന്നെങ്കിൽ ആ പൗരോഹിത്യത്തിലേക്കും, പെൺകുട്ടികൾ സമർപ്പിത ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സമർപ്പിത ജീവിതത്തിലേക്കും കാൽവെപ്പ് നടത്തേണ്ട കാലഘട്ടം അടുത്തിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഈ പൗരോഹിത്യ ധർമ്മങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ, ദൈവവിളിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഒരു ചിന്തയായിട്ടുണ്ടാകണം. ഞാൻ നിങ്ങളോട് ഒരു കൊച്ചു കഥ പറയാം. 82 വയസ്സുള്ള ഒരു പുരോഹിത റബ്ബി, അദ്ദേഹത്തിൻ്റെ മരണമെടുത്തു എന്നുള്ള വലിയ യാഥാർത്ഥ്യം അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണത്തെ എല്ലാവരെയും വിളിച്ചു ചേർത്തിട്ട് പറഞ്ഞു, എൻ്റെ ചരമപ്രസംഗം നടത്തുന്നയാൾ അതെന്നോട് ഒന്ന് പറഞ്ഞു കേൾപ്പിക്കണം. ആര് ചരമപ്രസംഗം നടത്തുമെന്ന് ആശ്ചര്യപ്പെട്ട് ആ ആശ്രമവാസികൾ, മറ്റു പുരോഹിതരെല്ലാവരും ഈ റബ്ബിയുടെ ചോദ്യം കേട്ട് അമ്പരന്ന് നിന്നുപോയി. റബ്ബി ഓരോരുത്തരാടായിട്ട് ചോദിച്ചു, പക്ഷെ ആരും ഏറ്റെടുത്തില്ല. എന്നാൽ ഒരു ശിഷ്യൻ മാത്രം അങ്ങയുടെ ചരമപ്രസംഗം ഞാൻ നടത്താമെന്ന് പറഞ്ഞ് ആ വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. പക്ഷേ ഈ 82 വയസ്സുള്ള പുരോഹിത റബ്ബി പിന്നീടും 8 വർഷക്കാലം ജീവിച്ചു. അങ്ങനെ ഈ ചരമപ്രസംഗം നടത്താൻ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഈ ശിഷ്യൻ എല്ലാ ദിവസവും ഈ പുരോഹിത റബ്ബിയുടെ അടുത്ത് ചെന്ന് നിന്ന് പല കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഒരിക്കൽ ഈ ശിഷ്യൻ ഈ പുരോഹിത റബ്ബിയോട് ചോദിച്ചു, റബ്ബി, അങ്ങ് ഒരു പുരോഹിതനായതിൽ, ഒരു റബ്ബിയായി മാറിയതിൻ്റെ പിന്നിലുള്ള ഛേദോ വികാരമെന്ത്, എന്നോടൊന്ന് പറഞ്ഞു തരാമോ? അപ്പം റബ്ബി പറഞ്ഞു, ഒന്നാമതായി ഞാൻ എൻ്റെ ജനത്തെ സ്നേഹിക്കുന്നു.
ജനത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഒരു പുരോഹിതനാകാൻ ആഗ്രഹിച്ചത്. അദ്ദേഹം പറഞ്ഞു, രണ്ടാമതായി ഞാൻ എൻ്റെ പ്രപഞ്ചത്തെ സ്നേഹിക്കുന്നു. മൂന്നാമതായിട്ട് ഞാൻ എൻ്റെ ട്രഡീഷനെ, പാരമ്പര്യത്തെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഞാനൊരു പുരോഹിതനാകാൻ ആഗ്രഹിച്ചു. നാലാമതായിട്ട് ഞാൻ എൻ്റെ പാസ്റ്റിനെ, എൻ്റെ മുൻകാലങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ പുരോഹിതനാകാൻ വേണ്ടി തീരുമാനിച്ചു. ഇത് ഓരോന്നും കേട്ടുകൊണ്ടിരുന്ന ഈ ശിഷ്യന് വലിയ അമ്പരപ്പായി. ഒന്നാമതായി ജനത്തെ സ്നേഹിക്കുന്നു, പ്രപഞ്ചത്തെ സ്നേഹിക്കുന്നു, ട്രഡീഷനെ, പാരമ്പര്യത്തെ സ്നേഹിക്കുന്നു, പാസ്റ്റിനെ, ഭൂതകാലത്തെ സ്നേഹിക്കുന്നു എന്നൊക്കെ റബ്ബി പറയുന്നത് കേട്ടപ്പോൾ ഈ ശിഷ്യൻ അമ്പരന്ന് ചോദിച്ചു, ഗുരു, വേർ ഈസ് ദ ഗോഡ്? ദൈവത്തിൻ്റെ സ്ഥാനം എവിടെയാണ്? ഈ റബ്ബി തൻ്റെ ശിഷ്യനോട് ഉത്തരം പറയുകയാണ്, ദർ ഈസ് ഗോഡ് ബിഫോർ നമ്പർ 1. എല്ലാറ്റിനും മുൻപിലായി ദൈവത്തോടുള്ള പ്രണയമാണ്, സ്നേഹമാണ് എന്നെ ഒരു പുരോഹിതനാകാൻ വേണ്ടി നിർബന്ധിക്കുന്നത്. പ്രിയമുള്ള കൂട്ടുകാരെ, ഒരു പുരോഹിതനായ, ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഒരച്ഛനായ ഞാൻ നിങ്ങളോട് ഈ ക്ലാസ് പറഞ്ഞു തരുമ്പം എനിക്ക് ഈശോയ്ക്ക് എന്നോട് തോന്നിയ വലിയ പ്രണയമാണ്, എനിക്ക് ഈശോയോട് തോന്നുന്ന വലിയ സ്നേഹമാണ് പൗരോഹിത്യമെന്ന് പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ക്ലാസ് കൂടുന്ന സമയമൊക്കെയും നിങ്ങളുടെ മനസ്സിൽ ഈശോയ്ക്ക് നിങ്ങളോട് തോന്നിയ പ്രണയം തിരിച്ചറിയണമെന്ന്, നിങ്ങൾക്ക് ഈശോയോട് തോന്നുന്ന ഇഷ്ടം നിങ്ങൾക്ക് ദൈവവിളി തിരിച്ചറിയുന്നതിലൂടെ ഏറ്റെടുക്കണമെന്നുള്ള വലിയ നിശ്ചയദാർഢ്യം നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം. നമുക്കൊരു കൊച്ചു വീഡിയോ കാണാം. തിരുപ്പട്ട സ്വീകരണത്തെക്കുറിച്ചുള്ള മനോഹരമായ ഒരു വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചേ. മഴയിലും വെയിലിലും കണ്ടു, ഇരവിലും പകലിലും കണ്ടു, നാഥാ നിന്നെ ഞാൻ കണ്ടു. കരുണയായി കടലിലും കണ്ടു, വചനമായി തിരയിലും കണ്ടു, നാഥാ നിന്നെ ഞാൻ കണ്ടു. കൂരിരുൾ നോവിലും ഇടരുമെൻ വഴിയിലും നാഥാ നിന്നെ ഞാൻ കണ്ടു. യേശുനാഥാ നിന്നെ കണ്ടു. വിരിയുമീതളിലും കണ്ടു, എരിയുമീ തിരിയിലും കണ്ടു, എന്നിലെ ശ്വാസമായി നീ നിറഞ്ഞു, എന്നാത്മാവിൻ നാളമായി നീ തെളിഞ്ഞു. മഴയിലും വെയിലിലും കണ്ടു, ഇരവിലും പകലിലും കണ്ടു, നാഥാ നിന്നെ ഞാൻ കണ്ടു. ഇളം കാറ്റിലും പൂങ്കുയിൽ ഗാനത്തിലും യേശുനാഥാ നിന്നെ കണ്ടു. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ ഓർത്തു നോക്കിയേ, പൗരോഹിത്യ സ്വീകരണ ദിവസത്തിലെ ചടങ്ങുകളെക്കുറിച്ച്, അതിൻ്റെ സ്വീകരണം മുതൽ ഒരാൾ വൈദികനായി തീർന്ന് സന്തോഷത്തോടെ ജനമധ്യത്തിൽ നിൽക്കുന്ന നിമിഷം വരെയുള്ള കൊച്ചു വീഡിയോയാണ് നമ്മൾ കണ്ടത്. എത്ര സന്തോഷത്തോടെ, എത്ര നിർവൃതിയോടെ, എത്ര ആത്മസാക്ഷാത്കാരത്തോടെ ദൈവം നൽകിയ അളവറ്റ കൃപ സ്വീകരിച്ച് ആ അച്ഛൻ ഇവിടെ ആയിരിക്കുന്നുവെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. പട്ടക്രമത്തിലെ 2ാം കൈവപ്പ് ശുശ്രൂഷയിൽ മെത്രാൻ വൈദികാർത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നിടത്ത് പൗരോഹിത്യത്തിൻ്റെ തിരുപ്പട്ട സ്വീകരണത്തിലൂടെ നൽകപ്പെടുന്ന
ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. സത്യത്തിൻ്റെ വചനം പ്രഘോഷിക്കുവാൻ, രോഗികളുടെ മേൽ കൈകൾ വെച്ച് അവരെ സുഖപ്പെടുത്തുവാൻ, പാപമോചനവും രോഗീലേപനവും നൽകി അവരെ സൗഖ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ, വിവാഹമെന്ന കൂദാശ പരികർമ്മം ചെയ്യുവാൻ, മാമോദീസായിലൂടെ അനേകം മക്കളെ സഭയിലേക്ക് സ്വാഗതം ചെയ്യുവാൻ എന്നു തുടങ്ങി ഒത്തിരിയേറെ പൗരോഹിത്യ ധർമ്മങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇവയിൽ നിന്നെല്ലാം നമുക്ക് പൗരോഹിത്യ ധർമ്മങ്ങളെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിക്കാം. ഒന്നാമതായി നമ്മളിവിടെ മനസ്സിലാക്കുന്നത് പുരോഹിതൻ പഠിപ്പിക്കുന്നവൻ ആണ് എന്നുള്ളതാണ്. നമുക്കറിയാം, ദൈവം പഴയ നിയമ ചരിത്രത്തിൽ ജനത്തെ പഠിപ്പിക്കുവാനായി, അവരെ തിരുത്തുവാനായി ഒത്തിരിയേറെ പ്രവാചകന്മാരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ പ്രവാചക സ്വരത്തിലൂടെ ജനം ദൈവത്തിൻ്റെ സ്വരം എന്തെന്ന്, ദൈവത്തിൻ്റെ പാത ഏതെന്ന്, ദൈവത്തിൻ്റെ ചിന്ത ഏതെന്ന് മനസ്സിലാക്കി പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. നിത്യപുരോഹിതനായ ഈശോയാണ് ഏറ്റവും വലിയ പ്രവാചകനെന്ന് നമ്മൾ പല ക്ലാസ്സുകളിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈശോ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് ഏറ്റവും വലിയ പ്രവാചക ദൗത്യം, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ കൽപ്പനകൾ, ഇതെല്ലാം മനുഷ്യരെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത്, ഈശോ ഈ വലിയ പഠിപ്പിക്കുക എന്ന് പറയുന്ന ഈ വലിയ ദൗത്യം വ്യത്യസ്തമായ സ്ഥലങ്ങളിലിരുന്ന്, വ്യത്യസ്തമായ വേദികളിലിരുന്ന് നിർവഹിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ദേവാലയത്തിൽ ഈശോയെ കണ്ടുമുട്ടുന്നുണ്ട്, സിനഗോഗിൽ കണ്ടുമുട്ടുന്നുണ്ട്, കടൽക്കരയിൽ കണ്ടുമുട്ടുന്നുണ്ട്, വള്ളത്തിൽ വെച്ച് ഈശോ പഠിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ഇടങ്ങളിൽ ഈശോ പഠിപ്പിക്കുക എന്ന വലിയ ഉത്തരവാദിത്തം അതിൻ്റെ പരിപൂർണതയിൽ അനുഷ്ഠിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈശോയുടെ പൗരോഹിത്യത്തിൽ പങ്കുപറ്റുന്ന ഓരോ പുരോഹിതനും ഈ പഠിപ്പിക്കുക എന്ന ദൗത്യം ഏറ്റവും മനോഹരമായിട്ട് നിർവഹിക്കുന്നുണ്ട്. നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഈ പഠിപ്പിക്കുക എന്ന് പറയുന്ന പുരോഹിതൻ്റെ ദൗത്യം ഏറ്റവും മനോഹരമായി, ഏറ്റവും പ്രത്യക്ഷമായി വൈദികൻ അനുഷ്ഠിക്കുന്നത് എവിടെയാണെന്ന് ആർക്കെങ്കിലും പറഞ്ഞു തരാമോ? നിങ്ങൾ മിടുക്കര് പിള്ളേർ എല്ലാവരും ആവേശത്തോടെ പറയുന്നു, ഞായറാഴ്ചത്തെ പ്രസംഗവേദി. അങ്ങനെ ഞായറാഴ്ചകളിൽ ബഹുമാനപ്പെട്ട അച്ഛന്മാർ വചനം വായിക്കുകയും അതിനെ വ്യാഖ്യാനിക്കുകയും ദൈവവചനത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്യുന്നതിലൂടെയാണ് പഠിപ്പിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം അവർ നിർവഹിക്കുന്നത്. അങ്ങനെ പൗരോഹിത്യത്തിൻ്റെ, പുരോഹിതൻ്റെ പ്രഥമ കടമയാണ് പഠിപ്പിക്കുക എന്ന് പറയുന്നത്. ദേവാലയത്തിലും സിനഗോഗിലും മലമുകളിലും കടൽ തീരത്തും താഴ്വരകളിൽ നിന്നും പഠിപ്പിച്ച ഈശോയുടെ അതേ താല്പര്യത്തോടെ, അതേ ശുഷ്കാന്തിയോടെ സന്മാർഗത്തെക്കുറിച്ചും ദൈവചിന്തയെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചും ചുറ്റുപാടുകളുള്ള എല്ലാവരെയും പഠിപ്പിക്കുക എന്നുള്ളത് വൈദികൻ്റെ കടമയാണ്. അതുകൊണ്ട് ഈശോ തൻ്റെ ശിഷ്യഗണത്തെ, തൻ്റെ പരിസ്ഥിതിയിലെ ചുറ്റുപാടുമുള്ളവരെ എപ്രകാരം പഠിപ്പിച്ചപ്പം അവരെല്ലാവരും ഈശോയെ ഉൾക്കൊണ്ടുപോ എന്ന് പറഞ്ഞതുപോലെ ഞായറാഴ്ച പ്രസംഗങ്ങളെ നമ്മൾ കരുതലോടെ, ശ്രദ്ധയോടെ, അതീവ താല്പര്യത്തോടെ കാണണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് പുരോഹിതൻ്റെ പഠിപ്പിക്കുക എന്ന് പറയുന്ന ദൗത്യത്തിലൂടെ, പ്രവാചക ദൗത്യത്തിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നത്. നമ്മൾ മനസ്സിലാക്കണം, വിശ്വാസവും സന്മാർഗവും സംബന്ധിച്ച് ദൈവജനത്തെ ആധികാരികമായി പഠിപ്പിക്കുവാൻ പുരോഹിത പട്ടക്രമത്തിൽ മേൽപ്പട്ടക്കാരൻ, മെത്രാൻ, പുരോഹിതനെ നിയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വൈദികൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, വൈദികൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ മനസ്സിലാക്കണം, അത് ഗ്രഹിക്കണം, അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. രണ്ടാമതായിട്ട്, പുരോഹിതൻ വിശുദ്ധീകരിക്കുന്നവനാണ്. എങ്ങനെയാണ് പുരോഹിതൻ വിശുദ്ധീകരിക്കുന്നത്? പഴയ നിയമ ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പുരോഹിതൻ ദൈവജനത്തിന് വേണ്ടി കാഴ്ചകളും ബലികളും സമർപ്പിച്ച് അവരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതുപോലെ, മനസ്സിലാക്കിയതുപോലെ, പഴയ നിയമ ബലികൾ, പഴയ നിയമ കാഴ്ചകൾ, പഴയ നിയമ പൗരോഹിത്യമെല്ലാം നിത്യപുരോഹിതനായ ഈശോയുടെ പൗരോഹിത്യത്തിൻ്റെയും ഈശോ അർപ്പിച്ച വലിയ പരമോന്നത ബലിയുടെയും പ്രതിരൂപങ്ങളായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ പഴയ നിയമ കാലഘട്ടത്തിൽ വിശുദ്ധീകരിക്കപ്പെട്ടത് ബലികളിലൂടെയും കാഴ്ചകളിലൂടെയാണെങ്കിലും ഈശോ അർപ്പിച്ച ഏക ബലിയിലൂടെയാണ് വിശുദ്ധീകരണം പൂർത്തിയായതെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 10-ാം അധ്യായത്തിൽ കണ്ടായിരുന്നു.
അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധീകരിക്കുന്ന ക്രമം, വിശുദ്ധീകരിക്കുന്ന ദൗത്യം പുരോഹിതൻ ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് നേടിത്തരുന്നത് വിശുദ്ധീകരിക്കുന്ന കർമ്മങ്ങളിലൂടെയാണ്, കൂദാശകളിലൂടെയാണ്, വിശുദ്ധ കുർബാന അർപ്പണങ്ങളിലൂടെയാണ്, കൂദാശ അനുകരണങ്ങളിലൂടെയാണ്. പ്രിയമുള്ള മക്കളെ, അതുകൊണ്ട് വൈദികൻ അർപ്പിക്കുന്ന കൂദാശകളിൽ നമ്മൾ പങ്കുചേരുമ്പോൾ, വൈദികൻ പരികർമ്മം ചെയ്യുന്ന കൂദാശകളിലും കൂദാശ അനുകരണങ്ങളിലും നമ്മൾ ഭക്തിയോടെ പങ്കുപറ്റുമ്പോൾ ഈശോ നമുക്ക് വിശുദ്ധീകരണമാണ് നൽകുന്നത്. ദൈവമഹത്വവും മനുഷ്യ വിശുദ്ധീകരണവുമാണ് കൂദാശകളുടെ ലക്ഷ്യമെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ബലിയർപ്പണത്തിൻ്റെ ലക്ഷ്യമെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് പുരോഹിതൻ കൂദാശ പരികർമ്മത്തിലൂടെ, കൂദാശ അനുകരണങ്ങളുടെ അനുഷ്ഠാനത്തിലൂടെയൊക്കെയാണ് ഇപ്രകാരം വിശുദ്ധീകരിക്കുന്ന കർമ്മം നടത്തുന്നത്. പുരോഹിതന്റെ വിശ്വാസ ജീവിതവും പ്രാർത്ഥനയും ജീവിത വിശുദ്ധിയും എല്ലാം ഈ വിശുദ്ധീകരിക്കുന്ന കർമ്മത്തിന് ഉത്തേജനം നൽകുന്ന ഘടകങ്ങളാണെന്ന് നമുക്ക് ഓർക്കാം. അതുകൊണ്ട് വിശുദ്ധീകരിക്കുന്ന കർമ്മം പുരോഹിതൻ അനുഷ്ഠിക്കുന്നത് കൂദാശകളിലൂടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ പുരോഹിതന്റെ നയിക്കുക എന്ന് പറയുന്ന വലിയ കർത്തവ്യത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തിൽ ഇസ്രായേലിനെ നയിക്കാനായി വ്യത്യസ്തമായ ആൾക്കാരെ ദൈവം അയക്കുന്നുണ്ട്. അവരുടെ പേരെന്താണ്? നിങ്ങൾ നന്നായി ഉത്തരം പറയുന്നു, രാജാക്കന്മാർ. വ്യത്യസ്തമായ രാജാക്കന്മാരിലൂടെ ഇസ്രായേൽ ജനം കാനാൻ ദേശത്തിലേക്ക് നയിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഈശോയാണ് ഏറ്റവും നല്ല ഇടയൻ. ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന, ജീവൻ ത്യാഗം ചെയ്യുന്ന നിത്യപുരോഹിതനായ ഈശോയുടെ വലിയ ദൗത്യവാഹകരായ പുരോഹിതരും ഇപ്രകാരം തങ്ങളുടെ അജഗണത്തെ നന്മയിലേക്ക്, സത്യത്തിലേക്ക്, ക്രിസ്തുവിലേക്ക്, ത്രിത്വേക ദൈവത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് നയിക്കുവാൻ വേണ്ടി കടപ്പെട്ടവരാണെന്നുള്ളതാണ് നയിക്കുക എന്ന മൂന്നാമത്തെ ദൗത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അധികാരത്തിൻ്റെതല്ല, ശുശ്രൂഷയുടേതാണ് ഈ ദൗത്യമെന്ന് ഈശോ ഓരോ കാലഘട്ടത്തിലും ഓരോ സമയത്തും തൻ്റെ ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനാണ് എന്ന് ഈശോ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഇപ്രകാരം നയിക്കുക, നേതാവായിരിക്കുക, മുൻപിൽ നിൽക്കുക എന്നുള്ള വലിയ ദൗത്യമാണ് മൂന്നാമത്തെ പുരോഹിത ദൗത്യമായി, ധർമ്മമായി നമ്മളിവിടെ പഠിക്കുന്നത്. പ്രിയമുള്ള കുട്ടികളെ, നമ്മൾ കണ്ടിട്ടുണ്ട് ചില സമരമുഖങ്ങളിൽ പുരോഹിതന്മാർ നേതൃത്വം എടുക്കുന്നത്. മലബാറിലെങ്ങും നടന്ന കർഷക പ്രക്ഷോഭങ്ങൾക്ക് അഭിമന്യ പിതാക്കന്മാരും വൈദികരൊക്കെ നേതൃത്വം കൊടുക്കുന്നത്, ആളെ വിളിച്ചു കൂട്ടുന്നത്, അവരെ ഒന്നിപ്പിച്ച് ചേർക്കുന്നത്, വലിയ പ്രക്ഷോഭ പരിപാടികളൊക്കെ നമ്മൾ നടത്തുന്നത് കണ്ടിട്ടുണ്ട്. വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അവരുടെ ജീവിത പശ്ചാത്തലത്തിൻ്റെ പ്രത്യേകതകൾ കൂടി മനസ്സിലാക്കി അവരുടെ ജീവിത സാഹചര്യങ്ങളെ നന്മയുള്ളതാക്കി തീർക്കുവാൻ, നന്മയ്ക്ക് വേണ്ടി പോരാടുവാൻ, സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാനൊക്കെ എല്ലാവരെയും പ്രേരിപ്പിക്കുവാൻ വേണ്ടി ഇവരുടെ ഈ രാജത്വ ദൗത്യം, നായകത്വ സ്ഥാനം ഇവർ ഓരോരുത്തരും ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് ഇവർ നയിക്കുന്ന നേതാക്കളാണെന്ന് നമ്മൾ പറയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഒരു പരിധിവരെ നമ്മുടെ ഇടവകളെല്ലാം നന്നായി നയിച്ചു കൊണ്ടുപോകുന്നത്, ഇടവകളുടെ പ്രവർത്തനങ്ങളെ നന്നായി പ്രോത്സാഹിപ്പിക്കുന്നത്, അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്നത് നമ്മുടെ വികാരിച്ചന്മാരൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇവർ നല്ല നേതാവായിരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവസ്നേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവജനത്തെ നയിക്കേണ്ടവനാണ് ഓരോ പുരോഹിതനെന്നും നമ്മളെ ഈ നയിക്കുക എന്ന ദൗത്യത്തിലൂടെ ഈ പാഠം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ പുരോഹിതൻ്റെ പഠിപ്പിക്കുക, വിശുദ്ധീകരിക്കുക, നയിക്കുക, ഈ ത്രിവിധ ദൗത്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. ഇനി നമ്മൾ പൗരോഹിത്യത്തിലേക്കുള്ള വിളി എപ്രകാരം സ്വീകരിക്കണം എന്നതിനെക്കുറിച്ച് ലളിതമായിട്ട് ഇവിടെ ഒന്ന് കണ്ടുമുട്ടുകയാണ്. ഞാൻ നിങ്ങളോട് ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു, ഈശോയ്ക്ക് ഒരാളോട് തോന്നുന്ന പ്രണയമാണ്, തിരിച്ച് ആൾക്ക് ഈശോയോട് തോന്നുന്ന സ്നേഹമാണ് പൗരോഹിത്യത്തിൻ്റെ ദൈവവിളിയുടെ ആധാരം. നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ കണ്ടായിരുന്നു, സാധാരണ ജനങ്ങളെ ദൈവം അവരുടെ ജോലി സ്ഥലങ്ങളിൽ നിന്ന്, സാധാരണത്വത്തിൽ നിന്നും വിളിച്ച് അനുഗ്രഹിച്ച് വലിയ സ്ഥാനങ്ങളിലേക്ക് ഉയർത്തി അവരെ ശിഷ്യഗണത്തിൻ്റെ ഭാഗമാക്കി മാറ്റി അനുഗ്രഹിക്കുന്നത്. നമ്മൾ
ഇത് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും 9ാം ക്ലാസ്സിൽ എത്തി നിൽക്കുകയാണ് ഈ സമയം. ഇനി 10ാം ക്ലാസ് പഠനത്തിൻ്റെ തിരക്ക്, അതിൻ്റെ ആകുലത, വ്യാകുലത, അതിൻ്റെ ജാഗ്രത, ഇതെല്ലാം മുൻപോട്ട് കൊണ്ടുപോകുന്ന 10ാം ക്ലാസ്. ഇതിനെല്ലാം ശേഷം നമ്മൾ നല്ലൊരു തീരുമാനമെടുക്കണം. ഒരു അൽമായ സഹോദരൻ ദൈവവിളി പ്രോത്സാഹനത്തിന് ഇപ്രകാരം ക്ലാസ് എടുക്കുന്ന കാര്യം ഞാൻ കേട്ടു. ആ കാര്യം നിങ്ങളോട് ഞാൻ പങ്കുവെക്കുകയാണ്. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ദൈവവിളി തിരിച്ചറിയണമെന്ന് പറയുന്നതിൻ്റെ പിന്നിലെ സാങ്കത്യം എന്താണ്? നമ്മൾ ഓരോരുത്തരും വിവാഹം കഴിക്കണമെങ്കിൽ അത് 10ാം ക്ലാസ്സിൽ വെച്ച് തീരുമാനമെടുക്കേണ്ട. കാരണം നമ്മുടെ ജീവിതം മുൻപോട്ട് പഠനങ്ങളിലൂടെ മുന്നോട്ട് കടന്നു പോകുമ്പോൾ, ജോലിയെല്ലാം നമ്മൾ നേടി മുൻപോട്ട് കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ആ വലിയ ജീവിതാന്തസ്സിലേക്ക് നമ്മളെ ഒരുക്കും. ആരെങ്കിലും പൗരോഹിത്യമോ സമർപ്പണമോ ജീവിതമോ നയിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർ തീരുമാനമെടുക്കേണ്ട സമയമായി 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലഘട്ടം. അതുകൊണ്ട് നിങ്ങൾ ഈ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പം പൗരോഹിത്യത്തെ സ്നേഹിക്കാൻ, സമർപ്പിത ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യേണ്ട കാലഘട്ടമാണ്. ഈശോ തൻ്റെ ലോകത്തിൽ നിർവഹിച്ച ദൗത്യം ഇന്ന് തുടർന്നു കൊണ്ടുപോകുന്നത് ഈ പൗരോഹിത്യത്തിലൂടെയാണ്, ഈ സമർപ്പണ ജീവിതങ്ങളിലൂടെയാണ്. അതുകൊണ്ട് നമുക്ക് അതിനോടൊരു താല്പര്യം വേണം, നമുക്കൊരു ആഗ്രഹം വേണം. അതുകൊണ്ട് നമ്മൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത്, എനിക്ക് എൻ്റെ ദൈവവിളി തിരിച്ചറിയാനുള്ള വലിയ കൃപ നൽകണമേ എന്ന് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് ദൈവവിളി പറഞ്ഞു തരുന്നത് ചിലപ്പം നമ്മുടെ അധ്യാപകരാകാം, നമ്മുടെ മതാധ്യാപകരാകാം, നമ്മുടെ കൂട്ടുകാരാവാം, നമ്മുടെ ആൻറ്റിമാരാകാം, അയൽക്കാരാകാം. ചിലരൊക്കെ നമ്മളോട് ചെറുപ്പം തൊട്ട് പറയും, മോനെ കണ്ട നല്ലൊരു അച്ഛനെ പോലെയുണ്ട്, മോൻ കുർബാനയ്ക്ക് കൂടുന്ന കണ്ടാൽ അറിയാം നല്ല മിടുക്കനായ ഒരു അച്ഛനാകുന്നു, മോള് പള്ളിയിൽ പാടാൻ നിൽക്കുന്നത് കാണുമ്പോൾ അറിയാം നല്ലൊരു സമർപ്പിതയാകാനുള്ള വലിയ കൃപ ദൈവം തരുന്നുണ്ടെന്ന്. പ്രിയമുള്ള കൂട്ടുകാരെ, ഇങ്ങനെ എന്നോടും എൻ്റെ കുഞ്ഞുനാളിൽ കുർബാനയ്ക്ക് കൂടിക്കൊണ്ടിരുന്ന അവസരത്തിൽ ഒത്തിരി പേര് കുർബാനയ്ക്ക് കൂടിക്കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പറയായിരുന്നു, മോനെ കണ്ടാൽ അറിയാം നല്ലൊരു അച്ഛനാകുമെന്ന്, മോൻ്റെ വായന കേൾക്കുമ്പോൾ അറിയാം നല്ലൊരു അച്ഛനാകുമെന്ന്. ഇതൊക്കെ വലിയ പ്രോത്സാഹനമാണ് നമ്മുടെ ജീവിതത്തിൽ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചത് ഇത് വലിയൊരു പ്രോത്സാഹനമാണ്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നത്, ദൈവത്തിൻ്റെ സ്വരം നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ രാത്രിയിൽ കടന്നുറങ്ങുമ്പോൾ ഒരു വെളിപാടായിട്ട് ആരും പറഞ്ഞു തരികയല്ല, മറിച്ച് നമ്മളോട് നമ്മുടെ അധ്യാപകർ, മാതാപിതാക്കൾ, കൂട്ടുകാർ, നമ്മുടെ ഇടവകയിലെ വൈദികർ, നമ്മുടെ സിസ്റ്റേഴ്സ്, ഇവരെല്ലാം നമ്മളോട് പറഞ്ഞു തരും നിനക്ക് ദൈവവിളി ഉണ്ടോയെന്ന്. അതനുസരിച്ച് ദൈവവിളിയെ വിവേചിച്ചറിയുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കണം. അതിനുവേണ്ടി നമ്മൾ ദൈവവിളിക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കണം. എന്നെ ഒരു അച്ഛനാക്കണമേ, ഒരു സിസ്റ്റർ ആക്കണമേ എന്നല്ല, ഈശോയെ എന്നിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്ന ദൈവവിളി തിരിച്ചറിയുവാൻ, അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാൻ, അങ്ങനെ അങ്ങ് തരുന്ന വിളിയിൽ ഉറച്ചു നിന്ന് വിശുദ്ധിയോടെ അങ്ങ് തരുന്ന ദൈവവിളിയെ പുൽകുവാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ജപമാല അർപ്പണങ്ങളിലും, നമ്മുടെ ബൈബിൾ പാരായണത്തിലും, നമ്മുടെ വിശുദ്ധ കുർബാന അർപ്പണങ്ങളിലെല്ലാം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് നമ്മൾ പൗരോഹിത്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, തിരുപ്പട്ടം എന്ന കൂദാശയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ വലിയ ദൈവവിളി ഈശോ തരുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിക്കാം. അതുകൊണ്ട് ദൈവവിളിയെ നമുക്ക് പരിപോഷിപ്പിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. നമ്മൾ ഈ പാഠം പഠിക്കുമ്പം നിങ്ങൾക്ക് ഞാൻ നൽകുന്ന ചെറിയ ഒരു ഹോംവർക്ക് എന്ന് പറയുന്നത്, ഈ പാഠത്തിൻ്റെ അവസാനം 5 ചോദ്യങ്ങളുണ്ട്. 5 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നിങ്ങൾ എഴുതി നിങ്ങളുടെ അധ്യാപകരെ ഏൽപ്പിക്കുക. അപ്പം നമുക്ക് ഇന്നത്തെ ദിവസം മനഃപ്പാഠമാക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് നൽകുന്ന വചനം മർക്കോസിൻ്റെ സുവിശേഷം 10ാം അധ്യായം 45ാം തിരുവചനം. മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനാണ്. മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനാണ്. നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു കൊച്ചു പ്രാർത്ഥനയോടെ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ഞങ്ങളെ ഒത്തിരിയേറെ സ്നേഹിക്കുന്ന ഈശോയെ, പൗരോഹിത്യത്തെക്കുറിച്ച്, പൗരോഹിത്യത്തിൻ്റെ കടമകളെക്കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു. ഇന്ന് ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ പുരോഹിതനിലൂടെ പഠിപ്പിക്കുക, വിശുദ്ധീകരിക്കുക, നയിക്കുക, ഈ ത്രിവിധ ദൗത്യങ്ങൾ ഞങ്ങൾ എന്നും അനുഭവിക്കുന്നു. അങ്ങയുടെ പൗരോഹിത്യത്തെ പ്രതി, ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഞങ്ങളുടെ ഇടവകയിലെ ബഹുമാനപ്പെട്ട വൈദികരെ പ്രതി, ഞങ്ങളുടെ രൂപതയിലെ അഭിമന്യ പിതാക്കന്മാരെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, അങ്ങയുടെ ദൈവവിളി, അങ്ങ് എനിക്ക് നൽകുന്ന ദൈവവിളി എന്തെന്ന് തിരിച്ചറിയുവാൻ, അതനുസരിച്ച് ക്രിയാത്മകമായി സന്തോഷത്തോടെ സ്നേഹത്തോടെ ആ ദൈവവിളിക്ക് പ്രത്യുത്തരം നൽകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകുന്നതിന്, ഞങ്ങളുടെ മനസ്സിന് തെളിച്ചം നൽകുന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു.
ഞങ്ങളുടെ ചിന്തകൾക്കും തീരുമാനങ്ങൾക്കും തിരുക്കുടുംബത്തിൻ്റെ കാവലും സംരക്ഷണവും ഉണ്ടാകട്ടെ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.